പാലക്കാട് UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അരങ്ങിൽ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾക്ക് അർത്ഥവിരാമം ഇടുകയാണെന്ന് പറഞ്ഞ് പ്രചാരണ പരിപാടികളുമായി പാലക്കാട് സജീവമായിരിക്കുകയാണ് നിലവിൽ രമേശ് പിഷാരടി. കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും അഭിമാനത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും രമേശ് പിഷാരടി പറയുന്നു. ഉപതെരഞ്ഞെടുപ്പുകൾ വന്നപ്പോഴെല്ലാം തന്റെ പേര് പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നെന്നും അന്നൊന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം ശക്തമായി ആലോചിച്ചിരുന്നില്ലെന്നുമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ രമേശ് പിഷാരടിയുടെ പ്രതികരണം. കഴിഞ്ഞ 25 വർഷത്തിലധികമായി വേദികളിലൂടെയും ടെലിവിഷൻ, സിനിമ, മറ്റു മാധ്യമങ്ങളിലൂടെയും ജനങ്ങൾക്ക് മുന്നിലെത്തിയ രമേശ് പിഷാരടി പുതിയൊരു ഉത്തരവാദിത്വവുമായി ജന്മനാടായ പാലക്കാടിന്റെ മണ്ണിലേക്ക് UDF സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത ആകാംക്ഷയിലാണ് ജില്ലാ നേതൃത്വവും അണികളും. പാലക്കാട്ടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന രമേശ് പിഷാരടിയുടെ പ്രഖ്യാപനം വെറും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമല്ല, മറിച്ച് ജന്മനാടിനോടുള്ള അകമഴിഞ്ഞ സ്നേഹവും കരുതലും കൂടിയാണ്.